Hello my dear friends, welcome back to Entropy Tech Tuition. This is Afsal. So we can move on to our next question. See this is the question. So a closed tank contains 0.5 meter of mercury, 2 meter of water and 3 meter of oil of specific gravity 0.6. And there is air space above the oil if the gauge pressure at the bottom of the tank is 196.2 kilopascal. What is the pressure of the air at the top of the tank? തൊട്ടുപിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഓപ്പൺ ടാങ്കാണ്. ഓപ്പൺ ടാങ്കിനകത്ത് ഓയിലും വാട്ടറും മാത്രമേ ഉള്ളൂ. ഇതൊരു ക്ലോസ്ഡ് ടാങ്കാണ് ഇല്ലേ? നമുക്ക് ആദ്യം ഫിഗർ വരച്ചിട്ട് വരാം. നോക്കൂ നിങ്ങൾ. ലെറ്റ്സ് സേ ദിസ് ഈസ് എ ക്ലോസ്ഡ് ടാങ്ക്. ഇതാണ് ക്ലോസ്ഡ് ടാങ്ക്. ഈ പ്രോബ്ലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ആര് കിടക്കുന്നു എന്ന് ഇവിടെ പറയുന്നില്ല. തൊട്ടുപിന്നത്തെ പ്രോബ്ലം ശ്രദ്ധിച്ചായിരുന്നോ? ആദ്യം വെള്ളമുണ്ട്, വെള്ളത്തിൻ്റെ മുകളിൽ ഓയിലുണ്ടെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ ഓർഡർ എല്ലാം പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഓർഡർ പറന്നു പോകുന്നു എന്നല്ലാതെ ഈ ഓർഡറിലാണ് ഇവിടെ വെള്ളം ഫില്ല് ചെയ്യുന്നതൊന്നും അവർ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ കോമൺ സെൻസ് ആണ്. നമുക്കറിയാമല്ലോ, ഡെൻസിറ്റി കൂടിയ ഹൈ ഡെൻസിറ്റി ഉള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? എപ്പോഴും താഴ്ന്നു പോകും. ഡെൻസിറ്റി കുറഞ്ഞത് എപ്പോഴും എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. ഞാൻ ആദ്യത്തെ ഡെൻസിറ്റിയെ പറ്റി പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു 3 ഫ്ലൂയിഡ്സുകളാണ് മെർക്കുറി, വാട്ടർ, എയർ. ഇത് 3 പേരും ഫ്ലൂയിഡ് മെക്കാനിക്കൽ ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിൽ ആകപ്പാടെ പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റി ആരുടേതാണ്? ഏതോ ഒരു ഓയിലിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും പറയുന്നില്ല. അതായത് മെർക്കുറിയും വാട്ടറും നമുക്ക് അറിയണം ഇല്ലേ? സോ ഡെൻസിറ്റി ഓഫ് മെർക്കുറി നമ്മൾ സ്കൂൾ മുതലേ പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി? ഇറ്റ് ഈസ് 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി ഓഫ് ഓയിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.6 ആണ്. അതേ ഇതിൻ്റെ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ എന്ത് കിട്ടും? ഡെൻസിറ്റി ഓഫ് ഓയിൽ കിട്ടും. വിച്ച് മീൻസ് 0.6 into 1000 വിച്ച് മീൻസ് 600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആരുടെ യൂണിറ്റ്? നമ്മുടെ ഓയിലിൻ്റെ. ഇതിൻ്റെ ഓർഡർ കണ്ടോ? ഏറ്റവും ഹെവിയർ ഫ്ലൂയിഡ് ആരാണ്? മെർക്കുറിയാണ്. പിന്നെ ഹെവിയർ ഫ്ലൂയിഡ് ആരാണ്? വാട്ടറാണ്. പിന്നെ ലൈറ്റർ ഫ്ലൂയിഡ് ആരാണ്? ഓയിലാണ്. പിന്നെയും ഉണ്ട് ഇതിനകത്ത് എയർ ഉണ്ട്. സോ ഡെൻസിറ്റി ഓഫ് ദ എയർ, ഈ ഡെൻസിറ്റി ഓഫ് ദ എയർ അപ്രോക്സിമേറ്റ്ലി എത്രയാണ് വരുന്നത്? 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഞാൻ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഹെവിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് അതിൻ്റെ താഴെ കിടക്കും. ഒരല്പം അതിന് കുറച്ചുകൂടെ ഹെവിയർ ഡെൻസിറ്റി കുറവുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ വരും. കുറച്ചുകൂടെ കുറവുള്ളത് അതിൻ്റെ മുകളിൽ. ഏറ്റവും കുറവുള്ളത് ഏറ്റവും മുകളിലും, ഏറ്റവും കൂടുതലുള്ളത് ഡെൻസിറ്റി കൂടുതൽ ഏറ്റവും താഴെ വരും. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്താൽ ഈ ടാങ്കിനകത്ത് മെർക്കുറി ഉപയോഗിച്ചാൽ എവിടെ പോയി കിടക്കും? മെർക്കുറി എവിടെ കിടക്കുക? മെർക്കുറി ഏറ്റവും താഴെ ഇവിടെ കിടക്കും. എത്ര ദൂരമാണ്? 0.5 മീറ്റർ അല്ലേ? സോ ഇത്രയും ഹൈറ്റിൽ ആരുണ്ട്? മെർക്കുറി ഉണ്ട്. ഈ കാണുന്ന ഹൈറ്റ് എത്രയെന്ന് പറയുന്നുണ്ട്? ദിസ് ഈസ് 0.5 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇതാരാണ്? ദിസ് ഈസ് മെർക്കുറി. മെർക്കുറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരുമിച്ച് വെച്ചാൽ തന്നെ എന്ത് സംഭവിക്കും? ഏറ്റവും താഴെ മെർക്കുറി വരും, തൊട്ട് മുകളിൽ വാട്ടർ വരും, തൊട്ട് മുകളിൽ എയർ വരും, ഏറ്റവും മുകളിൽ ആര് വരും? എയർ വരും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ ആരാ വരുന്നത്? വെള്ളമാണ്. കാരണം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ഇത്രയാണ്, 1000 ആണ്. അത് എത്ര ദൂരമുണ്ട് നോക്കൂ? 3 മീറ്റർ. നോക്കൂ, ഏകദേശം ഇത്രയും ഹൈറ്റിൽ ആരുണ്ട്? വെള്ളം നിറച്ചിട്ടുണ്ട്. 3 മീറ്റർ ഹൈറ്റിലേക്ക് ഞാൻ ആരെ നിറച്ചിട്ടുണ്ട്? വെള്ളം. സോ ദിസ് ഈസ് വാട്ടർ. വാട്ടർ എത്ര ദൂരമാണ്? 3 മീറ്റർ ഹൈറ്റിനാണ് വാട്ടർ. സോ ദിസ് ഈസ് വാട്ടർ. പിന്നെ നോക്കൂ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓയിലുണ്ട്. മെർക്കുറി 2 മീറ്റർ ഓഫ് വാട്ടർ ആണ്. 3 മീറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഓയിലാണ് അല്ലേ? സോ ദിസ് ഈസ്, നമുക്ക് ഇതിനങ്ങ് മാറ്റാം. ഇതാരാണ്? ദിസ് ഈസ് 2 മീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഹൈറ്റ് ശരി കൂട്ടി വരച്ചു പോയി, അത് കുഴപ്പമില്ല. നിങ്ങൾ ഈ ഡയമെൻഷൻ നോക്കി മനസ്സിലാക്കി കൊണ്ടാൽ മതി. പിന്നെ ഉള്ളത് ആരാണ്? 3 മീറ്റർ ഹൈറ്റിൽ എന്താ ഉള്ളത്? ഓയിലാണ്. ലെറ്റ്സ് സേ ദിസ് ഈസ് ഓയിൽ എന്ന് വിചാരിക്കുക. ഇതാണ് ഓയിൽ എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഓയിൽ. ഫിഗർ കാണുമ്പോൾ എന്ത് തോന്നും? ഇത് 2 മീറ്റർ, ഇത് 3 മീറ്ററും ചെറുതായിപ്പോൾ നമുക്ക് തോന്നും. അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. ദിസ് ഈസ് 3 മീറ്റർ. ഇവൻ ആരാണ്? ദിസ് ഈസ് ഓയിൽ. ഏറ്റവും മുകളിൽ ആരുണ്ട്? ഏറ്റവും മുകളിൽ എയർ ഉണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഓയിലിന് 3 മീറ്ററിന് ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട്, വാട്ടറിന് 2 മീറ്റർ എന്ന് പറയുന്നുണ്ട്, മെർക്കുറിക്ക് 0.5 മീറ്റർ എന്ന് പറയുന്നുണ്ട്, എയർ നോക്കി ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് ആ എയറിന് മാത്രം എന്ത് പറയുന്നില്ല? എയർ ഇത്ര ഹൈറ്റിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല? ക്വസ്റ്റ്യൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചിലർക്ക് തോന്നും. കാരണം നോക്കൂ നിങ്ങൾ, ഡെൻസിറ്റി ഓഫ് എയർ 1.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വളരെ വളരെ ചെറിയ വാല്യൂ ആണ്, നിസ്സാരമായ വാല്യൂ ആണ് ഡെൻസിറ്റി ഓഫ് എയർ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഹൈറ്റ്, ഡെൻസിറ്റി ഓഫ് എയറിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്തതിലും പ്രഷറിന് വലിയ വ്യത്യാസം വരത്തില്ല. അതെങ്കിൽ ഹൈറ്റിനനുസരിച്ച് എയറിന് എന്ത് ചെയ്യത്തില്ല? വലിയ പ്രഷർ ഡിഫറൻസ് വരത്തില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിലാണ്. അറ്റ്മോസ്ഫിയറിൽ ചുറ്റും ആരുണ്ട്? എയർ ഉണ്ട്. നമ്മുടെ കാലിൻ്റെ
കാലിലൊരു പ്രഷറും തലയിലൊരു പ്രഷറും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എയറിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേ പ്രഷർ വരും. ഒരുപാട് ഹൈറ്റ് ഡിഫറൻസ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രഷർ ഡിഫറൻസ് ഫീൽ ചെയ്യത്തുള്ളൂ. ചെറിയ ഹൈറ്റ് ഡിഫറൻസ്, ഒരു 2 നില കെട്ടിടോ 3 നില 10 നില കെട്ടിടത്തിന് അത്രയും എന്ത് ചെയ്യത്തില്ല? പ്രഷർ, എയറിൻ്റെ പ്രഷർ ഡിഫറൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. അതുകൊണ്ടാണ് ഈ എയറിന് എന്ത് ചെയ്യാത്തത്? ഇവിടെ ഹൈറ്റ് ഇവിടെ കാണിക്കാത്തത്. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? If the gauge pressure at the bottom of the tank is 196.2 kilopascal, then what is the pressure of the air at the top of the pressure? Air at the top of the tank, which means ഈ കാണുന്ന ഏരിയ കണ്ടോ, ഈ കാണുന്ന ഏരിയയിൽ എല്ലായിടത്തും പ്രഷർ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? സെയിം ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ പ്രഷർ പി എന്ന് ഞാൻ വിചാരിച്ചു. ഈ പി ആണ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ ചോദിക്കുന്നത്? കണ്ടുപിടിക്കാൻ പറയുന്നത്. പക്ഷെ ഒരു ഡേറ്റ അവിടെ പറയുന്നുണ്ട്, ഏറ്റവും ബോട്ടത്തിൽ, ഈ കാണുന്ന ബോട്ടത്തിൽ ഞാൻ ആരെ കൊണ്ട് വെച്ചു എന്ന് വിചാരിക്കുക? ഒരു പ്രഷർ ഗേജ് കൊണ്ട് കണക്ട് ചെയ്തു. ഒരു പ്രഷർ ഗേജ് ഈ കാണുന്ന ബോട്ടം സർഫസിൽ ഞാൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. പ്രഷർ ഗേജ് എന്ന് വെച്ചാൽ പ്രഷർ മെഷർ ചെയ്യാനൊരു ഡിവൈസാണ്. ആ ഡിവൈസിലൂടെ എനിക്ക് എന്ത് കിട്ടി? ഈ കാണുന്ന ബോട്ടം പ്രഷർ പി ബി എന്ന് പറയുന്ന പ്രഷർ എത്ര കിട്ടി? 196.2 കിലോ പാസ്കൽ ആണെന്ന് കിട്ടി. ഓക്കെ, ദിസ് ഇസ് ദ ഗിവൺ ഡേറ്റ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏത് പ്രഷറാണ്? ഈ കാണുന്ന ടോപ്പിലെ പ്രഷർ കണ്ടെത്തണം. നമ്മൾ നേരത്തെ പഠിച്ച സാധാരണ ഇക്വേഷനിലേക്ക് പോകാം. നോക്കൂ, പി, ഇത് ഏത് പി ആണ്? ഈ കാണുന്ന എയർ കിടക്കുന്ന സ്പേസിൽ പ്രഷർ ഞാൻ പി എന്ന് വിളിച്ചു. ദിസ് പി പ്ലസ് ഈ കാണുന്ന ഓയിലിൻ്റെ പ്രഷർ പ്ലസ് ഈ കാണുന്ന വാട്ടറിൻ്റെ പ്രഷർ പ്ലസ് ഈ കാണുന്ന മെർക്കുറിയുടെ പ്രഷർ, ഈ കാണുന്ന എല്ലാ ഫ്ലൂയിഡ്സും എങ്ങോട്ടാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്? ഈ കാണുന്ന ബോട്ടം സർഫസിലാണ്. അപ്പോൾ ഈ കാണുന്ന ഓരോ എയറിൻ്റെ പ്രഷർ, ഓയിലിൻ്റെ പ്രഷർ, വാട്ടറിൻ്റെ പ്രഷർ, മെർക്കുറിയുടെ പ്രഷർ, ഇതെല്ലാം തമ്മിൽ കൂട്ടിൽ എന്ത് കിട്ടും? ഈ കാണുന്ന ബോട്ടം പ്രഷർ കിട്ടണ്ടേ? വിച്ച് മീൻസ് ഈ കാണുന്ന 196.2 കിലോ പാസ്കൽ കിട്ടണം. അതാണ് നമ്മുടെ കീ പോയിന്റ്. സോ ദ പ്രഷർ അറ്റ് ദ എയർ, ഈ എയർ സർഫസിലുള്ള പ്രഷർ പി പ്ലസ് ദെൻ പ്രഷർ ഡ്യൂ ടു ദിസ് ഓയിൽ, അത് എത്രയാണ്? ഡെൻസിറ്റി ഓഫ് ദ ഓയിൽ ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എച്ച് എന്ന് വെച്ചാൽ എന്താണ്? ആ ഡെൻസിറ്റിയുടെ ഡെപ്താണ്, സോറി ഓയിലിൻ്റെ ഡെപ്ത്, വിച്ച് ഈസ് 3 മീറ്റർ ആണ്. പ്ലസ് പിന്നെ കിടക്കുന്ന ആരാണ്? വാട്ടർ ആണ്. സോ ഡെൻസിറ്റി ഓഫ് വാട്ടർ പ്ലസ് ജി ഇൻറ്റു എച്ച്. ഈ എല്ലാ എച്ചും ഒന്നല്ലേ? നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓയിൽ പറയുമ്പോൾ ഓയിലിൻ്റെ ഡെപ്ത് എടുത്ത് എഴുതുക, വാട്ടർ പറയുമ്പോൾ വാട്ടറിൻ്റെ ഡെപ്ത് പറയുക, മെർക്കുറി പറയുമ്പോൾ മെർക്കുറിയുടെ ഡെപ്ത്, മെർക്കുറിയുടെ ഡെൻസിറ്റി കൊടുക്കുക. സോ ദിസ് ഈസ് അടുത്ത ആരാണ്? മെർക്കുറിയാണ്. സോ ദിസ് ഈസ് ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി ഇൻറ്റു ജി ഇൻറ്റു എച്ച്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ഇതെല്ലാം ഈ കാണുന്ന 4 പ്രഷറും കൂട്ടി നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ബോട്ടം പ്രഷർ. ബോട്ടം പ്രഷർ എത്രയാണ്? 196.2 കിലോ പാസ്കൽ അല്ലേ? കിലോയെ മാറ്റി ഇൻറ്റു 10³ പാസ്കൽ. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന യൂണിറ്റുകളെല്ലാം എന്തിലാണ്? SI യൂണിറ്റിലാണ്. റോ ജി എച്ച് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞു യൂണിറ്റ് എന്തിലാണ് കിട്ടുന്നത്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, വിച്ച് മീൻസ് പാസ്കലിലാണ്. അപ്പോൾ ഈ കാണുന്ന 196.2 എന്ന് പറയുന്ന യൂണിറ്റ് പ്രഷർ എന്തിലോട്ട് മാറ്റണം? പാസ്കലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. ഫ്രം ഹിയർ വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ പ്രഷർ. വാട്ട്? ദിസ് പ്രഷർ പി, പ്രഷർ ഓഫ് ദ എയർ, വിച്ച് ഈസ് 196.2 ഇൻറ്റു 10³ മൈനസ് ഡെൻസിറ്റി ഓഫ് ഓയിൽ എത്ര എന്ന് പറയുന്നുണ്ട്? ഡെൻസിറ്റി ഓഫ് ഓയിൽ 600 600 ഇൻറ്റു 9.81 ഇൻറ്റു ഓയിലിൻ്റെ ഡെപ്ത് എത്രയാണ്? 3 മീറ്റർ ആണ്. സോ ഇൻറ്റു 3 മീറ്റർ. ഇതെല്ലാം അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ സാധനം എല്ലാം റൈറ്റ് സൈഡിൽ ഇപ്പോൾ പോകണം. അപ്പം ഹോൾ മൈനസ് ഞാനിങ്ങനെ പുറത്തെടുത്തു. ദെൻ ഡെൻസിറ്റി ഓഫ് വാട്ടർ അത് എത്രയാണ്? 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഡെപ്ത് ഓഫ് വാട്ടർ. എത്ര ഡെപ്ത് ഓഫ് വാട്ടർ? 2 മീറ്റർ പ്ലസ് പിന്നെ ആരാ വരുന്നത്? പിന്നെ ആരാ വരുന്നത്? മെർക്കുറി. ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി എത്രയാണ്? 13600 ഇൻറ്റു 9.81 ഇൻറ്റു ഡെപ്ത് ഓഫ് മെർക്കുറി. എത്ര മെർക്കുറി ഡെപ്ത്? 0.5 മീറ്റർ. സോ ഇൻറ്റു 0.5 മീറ്റർ. ഇത്രയും കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ പ്രഷർ അറ്റ് ദ സ്പേസ് വെയർ എയർ ഈസ് ഫിൽഡ്. കണ്ടെത്താം. വാട്ട് വിൽ ബി ദ വാല്യൂ? സോ വി ഗോട്ട് ദ ആൻസർ ആസ് 92214 പാസ്കൽ. അല്ലെങ്കിൽ പാസ്കൽ മീൻസ് എത്രയാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇവൻ നമ്മൾ കിലോ പാസ്കലോട്ട് മാറ്റില്ല. എന്താണ്? ഇനി 10⁻³ ചെയ്താൽ മതി. വിച്ച് മീൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. 92214 ആണ്. വിച്ച് മീൻസ് 92.214 കിലോ പാസ്കലാണ് എവിടുത്തെ പ്രഷർ? ഈ കാണിക്കുന്ന എയർ ഫിൽ ചെയ്തിരിക്കുന്ന ഈ സ്പേസിൽ പ്രഷർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോട്ടം, ഈ കാണുന്ന
എപ്പോഴും ബോട്ടം സർഫസ്, കാരണം ഡെപ്ത് കൂടുന്തോറും എന്ത് കൂടുന്നോടും പ്രഷർ കൂടി വരികയാണ്. അപ്പോൾ ഈ ബോട്ടം സർഫസിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ മെർക്കുറി എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് ഓയിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ഈ 4 പ്രഷറും കൂട്ടിയാൽ നമുക്ക് ഈ കാണിക്കുന്ന ഗേജ് പ്രഷർ കിട്ടും. അത് അവിടെ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഇക്വേഷൻ നമ്മൾ ആര് കണ്ടെത്തി? നമ്മളെ പി എന്ന് പറയുന്ന അൺനോൺ പ്രഷർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. സോ പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നും പ്രഷർ ഡെപ്തിനനുസരിച്ച് പ്രഷർ കൂടുന്നുവെന്നും അല്ലെങ്കിൽ ഡെപ്ത് കൂടിയാൽ പ്രഷർ കൂടുമെന്നും ഡെപ്ത് കുറഞ്ഞാൽ പ്രഷർ കുറയുമെന്നുമുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആകണം. ഇത് ചെറിയ പ്രോബ്ലംസ് ആയിട്ടും എസ്സേയുടെ പാർട്ടായിട്ടും അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കി പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി, പ്രഷർ എങ്ങനെ കൂടുന്നു, പ്രഷർ എങ്ങനെ കുറയുന്നു, അല്ലെങ്കിൽ ഏറ്റവും ബോട്ടത്തിലെ പ്രഷർ ഇത് 3ഉം കൂട്ടേണ്ടതാണെന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇനി അങ്ങോട്ടുള്ള മാനോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്ക് ടച്ച് ചെയ്യാൻ പറ്റും. കാരണം അവിടെയും ഒരു യൂട്യൂബ് മാനോമീറ്ററോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ കുറേ ഫ്ലൂയിഡ്സുകൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ പ്രഷർ കൂട്ടണം, മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ സംഭവിക്കാൻ പറ്റും ചിലപ്പോൾ എന്തറിയാമോ, അവർ പ്രഷറിൻ്റെ യൂണിറ്റുകൾ പഠിക്കണം. ചിലപ്പോൾ സിംപ്ലി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ കാണുന്ന അറ്റ്മോസ്ഫിയർ, എർത്തിൻ്റെ സർഫസിലാണ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിന് ചുറ്റുപാടും എന്തുണ്ട്? ഒരു പെർട്ടിക്കുലർ കിലോമീറ്റർ വരെ, പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ എന്തുണ്ട്? എയർ ഉണ്ട്. എയറിന് എന്തുണ്ട്? മാസ്സുണ്ട്. മാസ്സുള്ള എല്ലാത്തിനെയും ആര് അട്രാക്ട് ചെയ്യും? നമ്മൾ എർത്ത് അട്രാക്ട് ചെയ്യും. അപ്പം ഈ കാണുന്ന അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്ന മുഴുവൻ വാട്ടർ മോളിക്യൂൾസിൻ്റെയും വെയിറ്റ് എങ്ങോട്ട് എക്സേർട്ട് ചെയ്യും? ഈ എർത്തിലേക്ക് എക്സേർട്ട് ചെയ്യും. അങ്ങനെ എക്സേർട്ട് എന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയെന്ന് അറിയാമോ? ഇറ്റ് ഈസ് 1.01325 ബാറാണ്. ഈ ബാർ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റാണ്. കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഉപയോഗിച്ചൊരു ഡിവൈസാണ് ബാരോമീറ്റർ. ആ ബാരോമീറ്ററിൻ്റെ ആദ്യത്തെ 3 ലെറ്റർ എടുത്ത് ഇവിടെ കൊണ്ട് കൊടുത്തു ബാർ. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ പ്രഷർ ഒരു ബാറിൽ തരും, പക്ഷെ നമുക്ക് ബാറിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രോബ്ലംസ് ഒക്കെ SI യൂണിറ്റിലായ പാസ്കലിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ നേരെ ബാറിലോട്ട് കൺവേർട്ട് ചെയ്യും. വിച്ച് മീൻസ് അതവിടെ കിടക്കട്ടെ. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? മിക്കുള്ള അറ്റ്മോസ്ഫിയർ പ്രഷർ പറയുമ്പോൾ ഈ കംപ്ലീറ്റ് വാല്യൂ പറയത്തില്ല. അവനെ റൗണ്ട് ചെയ്യും. റൗണ്ട് ചെയ്തിട്ട് എന്ത് പറയുന്ന പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ബാർ എന്ന് വിളിക്കും. 1 ബാർ അല്ലെങ്കിൽ 180 എന്നും അവർ വിളിക്കാറുണ്ട്. അപ്പോൾ 1 ബാറും 180 എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലായിട്ടുള്ള എക്സാക്ട് വാല്യൂ 1.01325 ബാറിനെ റൗണ്ട് ചെയ്ത് പറയുന്നതാണ് ഈ പ്രഷർ. ദിസ് ഈസ് അവർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നോക്കൂ, ചിലപ്പോൾ എക്സാമിന് 1 ബാറും തരും പ്രഷർ, പക്ഷെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂ? പാസ്കലിൽ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ 1 ബാറിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യണം. വിച്ച് മീൻസ് 1 ബാർ ഈസ് ഈക്വൽ ടു 1 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബാറിനെ 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ കിട്ടും. സോ 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 1 പാസ്കൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അല്ലെങ്കിൽ തിരിച്ചെഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എങ്ങനെയാ? 1 പാസ്കൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 കിലോ പാസ്കൽ ആണെങ്കിലോ ഈ പാസ്കലിനെ ചുരുക്കി പി ചെയ്യുന്നത് 1 കിലോ പാസ്കൽ എന്ന് വെച്ചാൽ എത്രയാണ്? 1 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ചിലപ്പോൾ കിലോ പാസ്കൽ തരും ഇപ്പോൾ തന്നതുപോലെ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് മാറ്റി? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റി. ചിലപ്പോൾ അവർ 1 മെഗാ പാസ്കൽ തരും. 1 മെഗാ പാസ്കൽ വിച്ച് മീൻസ് മെഗാ മീൻസ് 1 × 10⁻6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ചിലപ്പോൾ അവർ പ്രഷർ 1 ജിഗാ പാസ്കൽ തരും. ജിഗ എന്ന് വെച്ചാൽ എന്താണ്? 1 × 10⁻9 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കൺവെൻഷൻസുകളൊക്കെ എന്ത് ചെയ്ത് വെക്കണം? യൂണിറ്റ് കൺവേർഷൻസുകളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നും അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ എക്സാക്ട് വാല്യൂ എന്താണെന്നും റൗണ്ടഡ് വാല്യൂ എന്താണെന്നും അവനെ നേരെ നമ്മൾ പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കിലോ പാസ്കൽ, മെഗാ പാസ്കൽ, ജിഗാ പാസ്കലിനെ പാസ്കലോട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക, ഒന്ന് എഴുതി വെക്കുക, മനസ്സിലാക്കി വെക്കുക. നമുക്ക് അങ്ങോട്ട് ഉപയോഗപ്പെടും. അപ്പോൾ പ്രഷറിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ പഠിച്ചു. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ്, ഒരു കൺഫ്യൂഷൻസ് ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊന്ന് പറഞ്ഞു പോകാം. നോക്കൂ, ഇതൊരു ഓപ്പൺ ടാങ്കാണ്. കണ്ടോ, ദിസ് ഇസ് എൻ ഓപ്പൺ ടാങ്ക്. ഈ ഓപ്പൺ ടാങ്കിൽ ഞാൻ ആരെ ഫില്ല് ചെയ്തിരിക്കുകയാണ്? വെള്ളം ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ് ടു ദ ഹൈറ്റ് h.
വിച്ച് മീൻസ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ടാങ്കുകളുടെയും ഹൈറ്റ് എത്രയാണ് എച്ച്. എല്ലാ ടാങ്കുകളുടെയും ഹൈറ്റ് എച്ച് ആണ്. എല്ലാ ടാങ്കുകളിലും ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത് ആരെയാണ്? വാട്ടറിനെയാണ്. അത് മാത്രമല്ല കോമൺ ആയിട്ടുള്ളത് ഈ കാണുന്ന ബേസ് ഏരിയ കണ്ടോ, ഈ ഏരിയ, ഈ കാണുന്ന ബേസ് ഏരിയ ഇവിടെയും ഏരിയയാണ്, ഇവിടെയും എ ആണ് ഏരിയ, ഇവിടെയും എ ആണ് ഏരിയ, ഇവിടെയും എ ആണ് ഏരിയ. ഈ കാണുന്ന 4 ടാങ്കുകളുടെയും ബേസ് ഏരിയ സെയിം ആണ്. അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ദിസ് പ്രഷർ. പ്രഷർ ഇതൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ്. പ്രഷർ ഈസ് ഈക്വൽ ടു സിംപ്ലി റോ ജി എച്ച് ആണ്. പക്ഷേ പ്രഷറിന് മറ്റൊരു ഇക്വേഷൻ ആണ്, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ട്. ഫ്രം ഹിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് നോൺ ആസ് പ്രഷർ ഫോഴ്സ്. ഈ കാണുന്ന പ്രഷർ ഇൻറ്റു ഈ കാണുന്ന ബോട്ടം സർഫസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രഷർ ഫോഴ്സ് കിട്ടും. എന്ത് പ്രഷർ ഫോഴ്സ് കിട്ടും? ഈ ടാങ്കിൽ നിറച്ചു നിൽക്കുന്ന ഫ്ലൂയിഡ് ഈ ബോട്ടം സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് കിട്ടും. നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ ഇതാണ് നമ്മളെ റെഫറൻസ് ടാങ്ക് എങ്കിൽ ഇത് ഒരല്പം ടാങ്ക് അകത്തോട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൊള്ളുന്ന അത്രയും വെള്ളം ഇതിൽ കൊള്ളത്തില്ല, ഒരല്പം കുറവായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ വെയിറ്റ് കുറവാണ്. അതിലും കുറവാണ് ഇവിടെ, കാരണം ഇവിടെ കുറച്ച് നാരോ പോർഷനാണ്. അപ്പം ഇതിലും കാട്ടി കുറച്ച് വെള്ളമേ ഇവിടെ കൊള്ളത്തുള്ളൂ. പക്ഷേ ഈ ടാങ്ക് നോക്കൂ, ഈ കാണുന്ന ടാങ്കിനെ കാട്ടി ഒരല്പം വൈഡറാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഇവിടെ കൊള്ളും. അപ്പോൾ ഓരോ ടാങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് ഡിഫറൻ്റ് ആണ്. കാരണം വോളിയം ഡിഫറൻ്റ് ആയതുകൊണ്ട് വെയിറ്റും എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഈ നിങ്ങൾ നോക്കൂ, ഈ ഏറ്റവും ബോട്ടം ഈ കാണുന്ന സർഫസിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കാം. ഈ കാണുന്ന ബോട്ടം സർഫസിലെ വെയിറ്റ് ഒന്നായിരിക്കും, ഇവിടുത്തെ വെയിറ്റ് ഒന്നായിരിക്കും, ഇവിടുത്തെ വെയിറ്റ് ഒന്നായിരിക്കും. ഓരോ ടാങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോഴ്സുകളാണ് എക്സേർട്ട് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഈ കാണുന്ന എല്ലാ സർഫസിലും, എല്ലാ ബോട്ടം സർഫസിലും എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? പ്രഷർ ഫോഴ്സ് എന്താണ്? സെയിം തന്നെയാണ്. ദിസ് ഈസ് നോൺ ആസ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുന്നത്. കാരണം വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് ദിസ് പോയിന്റ്? ഞാൻ നേരത്തെ പഠിച്ചു, പ്രഷർ ഈസ് എ ഫങ്ഷൻ ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് ഓൺലി. വേറെ ഒന്നിനെയും പ്രഷർ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ കാണുന്ന ബോട്ടം സർഫസിൽ നിന്ന് എത്ര ഹൈറ്റ് മുകളിൽ എത്ര ഹൈറ്റ് വരെ വെള്ളമുണ്ട്? എച്ച് ഹൈറ്റ് വരെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്താണ്? റോ ജി എച്ച്. നോക്കൂ, നിങ്ങൾ ഈ ഹൈറ്റിൽ നിന്ന് മുകളിലോട്ട് നോക്കൂ, എത്ര ഹൈറ്റിൽ വെള്ളമുണ്ട്? എച്ച് ഹൈറ്റ്. എല്ലാത്തിലും ഡെൻസിറ്റി റോ ആണ് വിചാരിക്കുക, എല്ലാത്തിലും വാട്ടറാണ് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്താണ്? റോ ജി എച്ച്. ഇവിടുത്തെ പ്രഷർ എന്താണ്? നോക്കി എച്ച് ഹൈറ്റിലാണുള്ളത്. ഇവിടെ നോക്കും, മുകളിലോട്ട് നോക്കി എച്ച് ഹൈറ്റിലാണുള്ളത്. സോ ദിസ് ഈസ് റോ ജി എച്ച്. ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കൂ, എച്ച് ഹൈറ്റിലുണ്ട്. സോ ഇവിടെയും പ്രഷർ എന്താണ്? റോ ജി എച്ച്. ഈ പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ പ്രഷർ ഫോഴ്സ്. ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഉണ്ട്. ആ പ്രഷർ ഫോഴ്സ് എല്ലാ സർഫസിലും എന്താണ്? ഒന്നാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കും, എന്ത് ചിന്തിക്കും? ഓരോ ടാങ്കിലും വോളിയം ഡിഫറൻ്റ് അല്ലേ? ഓരോ ടാങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുന്ന വാട്ടറിൻ്റെ ഏരിയ ഡിഫറൻ്റ് അല്ലേ? അതുകൊണ്ട് വെയിറ്റ് കുറവായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഓരോ ബോട്ടം സർഫസിലും ഡിഫറൻറ്റ് ഫോഴ്സുകളായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല. എല്ലാ ബോട്ടം സർഫസിലും സെയിം പ്രഷർ, ബിക്കോസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വെർട്ടിക്കൽ ഹൈറ്റ്. ഈ ഒരു കൺഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ആക്ച്വലി അപ്പോൾ നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നതാണോ സാർ, ഇതൊരു കൺഫ്യൂഷൻ മാത്രമാണോ? അല്ല, ഇത് ആക്ച്വലി എല്ലാ ബോട്ടം സർഫസിലും സെയിം പ്രഷർ തന്നെയാണ്. അത് നിങ്ങളൊന്നൊരല്പം ആലോചിക്കുക. എന്തുകൊണ്ട് എല്ലാ ബോട്ടം സർഫസിലും ഏരിയയും വോളിയവും ഡിഫറൻ്റ് ആയിട്ട്, ഏരിയ അല്ല വോളിയം ഡിഫറൻ്റ് ആയിട്ട് പോലും, വെയിറ്റുകൾ ഡിഫറൻ്റ് ആയിട്ട് പോലും എല്ലാ ബോട്ടം സർഫസിലും എന്തുകൊണ്ട് പ്രഷർ ഫോഴ്സ് സെയിം ആയി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്ന ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാം. കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ഡെഫിനിഷനായിട്ട് ഞാൻ കൊടുക്കാം. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കുമ്പോൾ അത് സ്പൂൺ ഫീഡിങ് ആവും. അങ്ങനെ ആകാൻ പാടില്ല. ഒരല്പം സബ്ജക്റ്റിനോട് ഒരല്പം ഇൻട്രസ്റ്റ് വരണമെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയമേ മനസ്സിലോട്ടൊന്ന് ആലോചിച്ച് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയാണ്. എല്ലാ ബോട്ടം സർഫസിലും ഡിഫറൻറ്റ് ഫോഴ്സുകളല്ല, സെയിം ഫോഴ്സുകളാണ്. അതിനൊരു ഹിൻ്റ് എന്താണ്? പ്രഷർ ഈസ് എ ഫങ്ഷൻ ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് ഓൺലി. ആൻഡ് ദിസ് concept is known as hydrostatic paradox.